ഓരോ തൊഴിലും ഒരു സംസ്കാരമാണ്. തൊഴിലിനൊപ്പം ജീവിതം കൂടി ചേരുമ്പോഴാണ് ആ സംസ്കാരം രൂപപ്പെടുന്നത്. ജീവിക്കാൻ വേണ്ടി തൊഴിൽ ചെയ്യുന്നവരും തൊഴിൽ ചെയ്യാൻ വേണ്ടി ജീവിക്കുന്നവരുമുണ്ട്. എന്നാൽ ജീവിക്കുവാനായി സാഹസികത നിറഞ്ഞ ജോലി തിരഞ്ഞെടുക്കുന്നവരുമുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഈ സാഹസികമായ ജോലി സാഹചര്യം നിമിത്തം മരണമടയുന്നവർ വരെയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെയുള്ള സാഹസികപരമായ തൊഴിലിൽ പെടുന്ന ഒന്നാണ് അഭ്യാസ പ്രകടനങ്ങളിലൂടെ തൊഴിൽ ജീവിതം നയിക്കുന്നവർ. അതിലൊന്നാണ് മരണക്കിണറിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന അഭ്യാസികൾ. 80 രൂപ ടിക്കറ്റ് എടുത്ത് കാണികൾ തിക്കും തിരക്കും കൂട്ടുന്നത് കാണുമ്പോൾ തോന്നുന്നത് ഒരു പൊട്ടക്കിണറ്റിലെ ജഡത്തെ കാണുവാൻ കൂടിയ ജനത്തെ പോലെയാണ്. കിണറിൽ വട്ടം ചുറ്റുന്ന കരിവണ്ടിൻ ചലനം പോലെ വണ്ടി ഭ്രമണം തുടങ്ങുമ്പോൾ കരഘോഷം മുഴക്കുന്ന നമ്മൾ ചിന്തിക്കുന്നില്ല തന്റെ ജീവനും ജീവിതവും പണയം വെക്കുന്ന നിത്യ അഭ്യാസികളെ കുറിച്ച്. വളരെ അപകടകരമായ ഒരു തൊഴിൽ. ബൈക്കുകളുടെയും കാറുകളുടെയും ടയറിൽ കാന്തം പിടിപ്പിച്ചിട്ടുണ്ടോ എന്ന് തോന്നുമാം വിധം പ്രകടനങ്ങൾ. ചെറുപ്രായത്തിൽ തുടങ്ങുന്ന പരിശീലനം പിന്നീടത് തൊഴിലായി മാറുന്നു. അതിനുശേഷം ജീവിതത്തിന്റെ ഭാഗമായി മാറുന്ന ഈ അഭ്യാസികൾക്ക് ഈ തൊഴിൽ രംഗത്ത് നിന്നും വിരമിക്കൽ എങ്ങനെയാകും എന്നത് പ്രവചനാതീതമാണ്. അപകടം ഏതു നിമിഷവും രംഗബോധമില്ലാത്ത കോമാളിയെ പോലെ കടന്നു വന്നേക്കാം എന്ന് ഇവർക്ക് അറിയാമെങ്കിലും ജീവിതം എന്ന സത്യത്തിന് മുൻപിൽ ഇവർ ഭൂമി കറങ്ങുന്ന പോലെ ഈ കിണറിനുള്ളിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അഭ്യാസ പ്രകടനങ്ങളിലൂടെ തൊഴിലും ജീവിതവും നയിക്കുന്ന മറ്റൊരു വിഭാഗമാണ് നാം തെരുവിൽ കാണാറുള്ള തെരുവ് സർക്കസ്. സർക്കസിന് സമാനമായ തെരുവ് സർക്കസ് എന്ന തൊഴിൽ ഇന്ത്യയിൽ പണ്ട് മുതലേ ഉള്ളതാണ്. ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർ ഇന്നും ഈ നാട്ടിലുണ്ട് എന്നത് അതിശയോക്തിയല്ല. സുരക്ഷിതത്വം ഒട്ടും തന്നെയില്ലാത്ത പ്രകടനങ്ങളാണ് ഈ കൂട്ടർ നടത്തുന്നത്. ജീവിതത്തിന് ഇൻഷുറൻസ് പരിരക്ഷ പോലും ഉണ്ടാകുമോ എന്ന കാര്യം സംശയമാണ്. എന്നാലും ഒരു നേരത്തെ ഭക്ഷണം എന്ന ലക്ഷ്യത്തിലൂടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നവരാണ് ഇവർ. ജനങ്ങളുടെ വിനോദോപാധികളിൽ കാര്യമായ മാറ്റം വന്നതോടുകൂടി ഈ തൊഴിലിൽ നിന്നും കാര്യമായൊന്നും സമ്പാദിക്കുവാൻ ഈ കൂട്ടർക്ക് കഴിയുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാഴ്ചക്കാർ ഏറെ ഉണ്ടെങ്കിലും ചില്ലറകളായി കിട്ടുന്ന തുകകൾ ഇവരുടെ നിത്യജീവിത ചെലവിന് തന്നെ തികയുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. ഈ കൂട്ടരിൽ അച്ഛനും അമ്മയും മക്കളും അടങ്ങുന്ന കൊച്ചു കുടുംബങ്ങൾ പോലും ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നു. മറ്റു കുട്ടികളെ പോലെ ചിരിച്ചും കളിച്ചും നടക്കേണ്ട പ്രായത്തിൽ ഈ കുട്ടികൾ തങ്ങളുടെ ജീവിതമാകുന്ന സർക്കസ് നിത്യതൊഴിലഭ്യാസമാക്കി സ്വന്തം മാതാപിതാക്കൾക്കൊപ്പം ജീവിക്കുന്നതും ഒരു തെരുവിൽ നിന്നും മറ്റൊരു തെരുവിലേക്ക് യാത്രയാകുന്നതും ഇവരുടെ ജീവിതശീലമായി മാറിയിരിക്കുന്നു. തെരുവ് സർക്കസിൽ നിന്നും പരിഷ്കൃതമായ മറ്റൊരു പതിപ്പാണ് പ്രൊഫഷണൽ സർക്കസ്. സർക്കസ് ഒരു കലയോ കായിക ഇനമോ മാത്രമല്ല, ചിരിക്കും കണ്ണീരിനും പ്രയത്നത്തിനുമിടയിലെ താരതമ്യമില്ലാത്തൊരു ജീവിതാവസ്ഥ കൂടിയാണ്. സർക്കസ് റിങ്ങിൽ മനുഷ്യരില്ല, മനുഷ്യമുഖങ്ങളില്ല. ഏതു തീവ്രവേദനയിലും കാണികളെ സന്തോഷിപ്പിക്കുവാൻ മാത്രം വിധിക്കപ്പെട്ട അഭ്യാസികൾ മാത്രം. വ്യക്തിത്വവും ജീവിതവും മാഞ്ഞുപോയ ഒരു കൂട്ടം മനുഷ്യരുടെ കൂടാരമാണിത്. വർണ്ണാഭമായ ഉടയാടകൾ കൊണ്ട് ശരീരവും ചായങ്ങൾ കൊണ്ട് ജീവിതത്തെയും മറച്ചു പിടിച്ചവർ. അരങ്ങിന്റെ ലഹരിയും ഘോഷങ്ങളും ഒഴിയുമ്പോൾ കർട്ടന് പിന്നിൽ നിന്ന് കണ്ണീരൊപ്പുന്നവർ. ഈ കെട്ടിയൊരുക്കിയ കൂടാരമാണ് ഇവരുടെ കുടുംബം. മാസങ്ങൾ കഴിഞ്ഞ് എല്ലാം എടുത്തു പടിയിറങ്ങും. നാളുകൾക്ക് ശേഷം ഒരു ശീലം പോലെ മടങ്ങി വരും. സർക്കസ് എന്ന മായിക ലോകത്തെത്തുന്ന പലരും ജനനം തൊട്ട് ഈ സാഹസികതയുടെ ദൃക്സാക്ഷികളാണ്. അച്ഛനോ അമ്മയോ സർക്കസിലെത്തിയപ്പോൾ ഒപ്പം കൂടിയവർ. അവർക്ക് ഇതൊരു നീണ്ട ജീവിതയാത്രയാണ്. യാത്രകൾക്കിടയിൽ ചിലർ വേർപെട്ടു പോകും. ചിരിപ്പിച്ചും രസിപ്പിച്ചും ചിലർ യാത്ര തുടരും. തൊഴിൽ ജീവിതമായി മാറുന്ന സർക്കസ് യാത്ര. സർക്കസിന്റെ പഴയ ആരവങ്ങൾ ഇല്ലാതായെങ്കിലും ഈ തമ്പിൽ ജീവിക്കുന്നവർക്ക് പ്രകടനങ്ങൾ നടത്താതിരിക്കാനാവില്ല. കാരണം ഇവരുടെ ജീവിതമാണിത്. കയ്യടികൾ ഉയരുമ്പോൾ ഊഞ്ഞാലിൽ നിന്നും ഊഞ്ഞാലിലേക്കും ആകാശത്തിലൂടെയും തീഗോളങ്ങൾക്കിടയിലൂടെയുമെല്ലാം അഭ്യാസ പ്രകടനം നടത്തും. അത് കണ്ട് നമ്മൾ ആർത്തിച്ചിരിക്കും. ചിരിപ്പിച്ചും അമ്പരപ്പിച്ചും നമ്മെ മയക്കുന്ന ഈ കലാകാരന്മാരുടെ ജീവിതം ഒരു ഞാണിന്മേൽ കളിയാണ്. ഈ കളിക്ക് രണ്ടേ രണ്ട് കാരണങ്ങൾ മാത്രമേ ഉള്ളൂ.
വിശപ്പും അവരുടെ ജീവിതവും. ഒരു കൂര, 3 നേരം കഴിക്കാൻ ഭക്ഷണം, കളി കഴിയുമ്പോൾ കയ്യിൽ പൈസ. പ്രാരാബ്ധമെന്ന നീണ്ട പാലത്തിലൂടെ നടന്ന് നീങ്ങിയവർക്ക് ആകാശത്തിലൂടെയുള്ള യാത്രകൾ ഭയാനകമല്ല. അനിശ്ചിതമായ ജീവിതാവസ്ഥയെക്കുറിച്ച് എന്തും പറയാൻ ഒരു പ്രതീകം പോലെ സർക്കസ് എന്ന വാക്ക് കാലങ്ങളായി മനുഷ്യന്റെ നാവിൻ തുമ്പിലേക്ക് കയറി വരുന്നു. കരഞ്ഞുകൊണ്ട് ചിരിക്കുന്ന സർക്കസിലെ ജോക്കർമാർ നിസ്സഹായതയുടെയും പ്രതീകമായി. ഫലത്തിൽ ഒരു തൊഴിൽ എന്നതിലപ്പുറം സർക്കസും കോമാളിയും അനിശ്ചിതത്വത്തിന്റെയും നിസ്സഹായതയുടെയും പര്യായങ്ങളായി. ജീവിതം കൊണ്ടും റിങ്ങിലെ പ്രകടനം കൊണ്ടും പൊറുതിമുട്ടിയ കൂടാരങ്ങളിലെ കോമാളികൾ കരഞ്ഞുകൊണ്ട് നമ്മെ ചിരിപ്പിക്കുന്നു. തൊഴിലില്ലായ്മ രൂക്ഷമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയും തൊഴിൽ ചെയ്യുന്നവർ ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിനൊപ്പം തൊഴിലും ജീവിതവും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണെന്നുള്ള സത്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്.